പ്രണയവും വിരഹവും ബാല്യവും ആഘോഷവും എല്ലാം ഒരു സ്വരത്തിൽ കോർത്തിണക്കിയ സംഗീത കോകിലമായിരുന്നു എസ് ജാനകി. പതിറ്റാണ്ടുകൾ സംഗീത ലോകത്തെ തന്റെ മാന്ത്രിക ശബ്ദം കൊണ്ട് കീഴടക്കാൻ ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞു. 1957 തമിഴിൽ പുറത്തിറങ്ങിയ വിധിയിൻ വിളയാട്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ജാനകി അമ്മയുടെ ചലച്ചിത്ര സംഗീത യാത്രയുടെ തുടക്കം. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ 1938 ഏപ്രിൽ 23 ശിസ്തില ജാനകി എന്ന എസ് ജാനകി അമ്മയുടെ ജനനം. പിതാവ് ശിസ്തില രാമമൂർത്തി ആയുർവേദ ഡോക്ടറായിരുന്നു. മാതാപിതാക്കൾ ചെറുപ്പത്തിലേ മരിച്ചു. അമ്മാവനായ ഡോക്ടർ ചന്ദ്രശേഖറിന്റെ സംരക്ഷണയിലാണ് ജാനകി പിന്നീട് വളർന്നത്. ചെറുപ്പം മുതലേ സംഗീതവാസനയുണ്ടായിരുന്ന ജാനകിയുടെ സംഗീത ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരം. മത്സരത്തിൽ പങ്കെടുത്ത് 2ാം സ്ഥാനത്തിന് അർഹയായതോടെ ജാനകിക്ക് സംഗീത ലോകത്തേക്ക് വഴി തുറന്നു. രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ജാനകിക്ക് അന്ന് പുരസ്കാരം നൽകിയത്. മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ എസ് ജാനകി ജോലിയിൽ പ്രവേശിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നുവരുന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ ആദ്യമായി പാടിയത്. പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്ക എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിങ്കാരവേലനെ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ഇളക്കിമറിച്ചു. സിനിമാ സംഗീത മേഖലയിൽ ജാനകി തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ടെങ്കിലും MS ബാബുരാജിന്റെ ഈണങ്ങളിലൂടെയാണ് ജാനകിയുടെ സ്വരമാധുരി മലയാളികൾക്ക് ഏറ്റവുമധികം അനുഭവേദ്യമായത്. തന്റെ 6.5 പതിറ്റാണ്ടു നീണ്ട സംഗീത ജീവിതത്തിൽ 17-ലധികം ഭാഷകളിലായി 48,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒറിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്കിണി, തുളു, സൗരാഷ്ട്ര, ബഡക, സിംഹള, ജർമ്മൻ എന്നീ ഭാഷകളിലും ജാനകി പാടിയിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ എസ് ജാനകിക്ക് ലഭിച്ചു. ഓപ്പോൾ എന്ന സിനിമയിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് 1981 ദേശീയ അവാർഡിന് ജാനകിയെ അർഹയാക്കിയത്. 2 തവണ തമിഴ് ഗാനങ്ങളും 1 തവണ തെലുങ്കു ഗാനവുമാണ് എസ് ജാനകിക്ക് ദേശീയ പുരസ്കാരം സമ്മാനിച്ചത്. മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 11 തവണ ലഭിച്ചു. പരേതനായ വി രാമപ്രസാദാണ് എസ് ജാനകിയുടെ ഭർത്താവ്.
1958 വിവാഹം. 1990 അദ്ദേഹം മരണപ്പെട്ടു. പരേതനായ മുരളീകൃഷ്ണ മകനാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി ഇന്ത്യൻ സിനിമയുള്ളിടത്തോളം കാലം ജാനകി അമ്മയുടെ ശബ്ദം മനുഷ്യ മനസ്സുകളിൽ എക്കാലവും മുഴങ്ങിക്കേൾക്കും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.